നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും വലിയ മേഖലയിലേക്ക് എത്തപ്പെടുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ശക്തമായ മേഖലയിലേക്ക് എത്തപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ശക്തമായ മേഖലയിലേക്ക് എത്തപ്പെടുമ്പോൾ ആലപ്പുഴ നിയോജക മണ്ഡലം വളരെ ശ്രദ്ധേയമാകുന്നു എന്ന് പറയേണ്ടി വരും. ആലപ്പുഴയിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി ദേശീയ നേതാവായിട്ടുള്ള കെ.സി. വേണുഗോപാലാണ്. കെ.സി. വേണുഗോപാലിന് വേണ്ടിയിട്ട് വളരെ വലിയ പ്രചാരണങ്ങളൊക്കെ കോൺഗ്രസ് നടപ്പിലാക്കുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളാണ് ഈ കെ.സി. വേണുഗോപാൽ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ അണികളെ തന്നെ അവിടെ ഇറക്കി പ്രചരണം നടത്തുവാനുള്ള പദ്ധതികൾ കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് എത്രത്തോളമായി എന്ന് പറയാം. 2019 തിരഞ്ഞെടുപ്പിൽ CPM-ന് ലഭിച്ച ഒരേ ഒരു സീറ്റാണ് ആലപ്പുഴയിലുള്ളത്. ആ സീറ്റിൽ മത്സരിച്ചിരുന്ന എ മാരിഫ് തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നത്. അദ്ദേഹമാണ് ഇടതു മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് NDAയുടെ സ്ഥാനാർത്ഥിയാണ്, അതായത് BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ്റെ വരവ് ആലപ്പുഴയെ ഇളക്കി മറിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ആലപ്പുഴയെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ വലിയ ശ്രമങ്ങൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നടത്തുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഒരു ഓളമുണ്ടാക്കുവാൻ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ, ആറ്റിങ്ങലിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ വീറും വീര്യവും ഒട്ടും കുറഞ്ഞിട്ടില്ല. വളരെ ശക്തയായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യവും കാഴ്ചയുമുണ്ട്. മാത്രമല്ല ആലപ്പുഴയിലെ BJPക്കാർ ഒന്നടങ്കം, അണികൾ ഒന്നടങ്കം ശോഭയ്ക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് ശോഭയെ വിജയിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നു എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എത്തിയ ശേഷം കെ.സി. വേണുഗോപാലുമായി ബന്ധപ്പെട്ട് കൊമ്പുകോർക്കുന്ന വിഷയങ്ങൾ പലതുണ്ടായി. 1000 കോടിയുടെ അഴിമതി രഹസ്യങ്ങൾ അടക്കം പുറത്തു വരുന്ന പല കാഴ്ചകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആലപ്പുഴ പിടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആലപ്പുഴയിൽ പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് ഇറക്കിയ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ.സി. വേണുഗോപാൽ, ഈ കെ.സി. വേണുഗോപാൽ കേരളത്തിൻ്റെ ധാതു സമ്പത്ത് കൊള്ളയടിക്കുന്ന മാഫിയകളുടെ ബിനാമിയാണ് എന്നാണ്. അതായത് UPA സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര മൈനിങ് ആൻഡ് മിനറൽസ് മന്ത്രിയായിരുന്ന കിഷോറാം ഭോലയുമായി ചേർന്നുകൊണ്ട് ധാതു സമ്പത്തുകൾ കൊള്ളയടിക്കുന്ന കമ്പനികളുമായി ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. ആ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വെളിപ്പെടുത്തലിന് മറുപടി പറയേണ്ടത് കെ.സി. വേണുഗോപാലാണ്. അതായത് ഈ ആലപ്പുഴയിലെ കരിമണലെല്ലാം മാഫിയകൾക്ക് വിൽക്കാൻ കൂട്ടുനിന്നതും അതിനോടൊപ്പം ചേർന്ന് നിന്നതും കെ.സി. വേണുഗോപാലാണെന്നാണ് ശോഭ പറയുന്നത്. ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ.സി. വേണുഗോപാൽ അത്ര നിഷ്കളങ്കനല്ല എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കാതെ സംസ്ഥാനം മാറി നിന്ന് മത്സരിച്ച് കേന്ദ്ര സഹമന്ത്രിയായത് എന്ന് കൂടി പറയേണ്ടി വരും. സഹമന്ത്രി ആയിരിക്കുമ്പോഴാണ് അന്നത്തെ കേന്ദ്ര ധാതു ഖനന ഗവേഷണ മന്ത്രിയുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ള വാദം കൂടി ശോഭ പറയുകയാണ്. കിഷോറാം ഭോല മരണപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇടപാടുകളിൽ ലഭിച്ച കോടിക്കണക്കിന് സ്വത്തുക്കൾ, ആ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഇപ്പോഴും മക്കൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കെ.സി. വേണുഗോപാലും 1000 കോടിക്ക് മുകളിൽ സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ദുബായ്, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഇടങ്ങളിൽ രാജസ്ഥാനിലെ പഴയ മന്ത്രിയുടെ കുടുംബവുമായി ചേർന്ന് നിന്നുകൊണ്ട് ബിനാമി പേരിലാണ് സമ്പാദ്യം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കെ.സി. വേണുഗോപാൽ. ഇങ്ങനെ നടത്തിയ കരിമണൽ ബിസിനസ്സിൽ കേരളത്തിലെ ചെറിയ ആളാണ് കരിമണൽ കർത്ത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കർത്തയ്ക്ക് ആലപ്പുഴയിൽ നിന്നും കരിമണൽ ഖനനം ചെയ്തെടുക്കുവാനുള്ള അനുമതി എന്ന് പറയപ്പെടുന്നത് നൽകിയത് കിഷോറാം ഭോല ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതാരായിരുന്നു അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? കെ.സി. വേണുഗോപാലിൻ്റെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം. ആ സമ്മർദ്ദം ചെലുത്തിയാണ് കരിമണൽ കർത്തയ്ക്ക് ഖനനാനുമതി ലഭിച്ചത് എന്നുള്ളതാണ് വസ്തുത. കെ.സിയുടെ വളഞ്ഞ വഴിയിലെ സമ്പാദ്യത്തെ, ആ വളഞ്ഞ വഴിയിൽ സമ്പാദിച്ചെടുക്കുന്ന സമ്പാദ്യത്തെക്കുറിച്ച് രാജസ്ഥാൻ കോൺഗ്രസിലെ നേതാക്കളോട് അന്വേഷിച്ചിരുന്നുവെന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 1000 കോടിയുടെ വസ്തുവകകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. തനിക്ക് എല്ലാ വിവരങ്ങളും തരാമെന്നും തങ്ങളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കരുത് എന്നും നേതാക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അതായത് എല്ലാ തെളിവുകളും ലഭിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ അവർ പറയാതിരിക്കുകയാണ്. തരാമെന്ന് പറഞ്ഞ കോൺഗ്രസിന്. പക്ഷേ താൻ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണത്തിനെതിരെ
കെ സി വേണുഗോപാൽ അഭിപ്രായം പറയുമ്പോൾ അതിന്മേലുള്ള നിയമ നടപടികൾ ആരംഭിക്കുമെന്ന ശോഭയുടെ വെല്ലുവിളി, ആ വെല്ലുവിളി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. രാജസ്ഥാനിലെ കോൺഗ്രസ്സുകാർ കെ സി വേണുഗോപാലിൻ്റെ വഴിവിട്ട കരിമണൽ ബിനാമി സമ്പാദ്യത്തെക്കുറിച്ച്, ആ ബിനാമി സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ കേന്ദ്ര ഏജൻസിക്ക് പരാതി നൽകിയിട്ടുമുണ്ട് ശോഭാ സുരേന്ദ്രൻ. അത് ഈ 2 മാസം മുമ്പേ നൽകിയ പരാതിയിൽ അന്വേഷണം ഉടൻ ആരംഭിക്കും, അല്ലെങ്കിൽ ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇത് വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ പേരിലാണ്. പോരെങ്കിൽ ഈ കരിമണൽ ബിനാമി വിഷയത്തിൽ കെ സി വേണുഗോപാൽ ഇനി എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സാഹചര്യത്തിൽ രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടുള്ള ബിനാമി രേഖകൾ അടക്കം ആ രേഖകളെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൈമാറുന്ന ഒരു അവസരം ഉണ്ടാകുമെന്ന് ശോഭ പറയുന്നുണ്ട്. അവരുടെ പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല എങ്കിൽ കൂടിയും, അതായത് ആ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ, കാരണം അവരൊക്കെയും പാർട്ടിയിൽ നിന്നുവരെ പുറത്താക്കാൻ ശക്തിയുള്ള നേതാവാണ് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് ശോഭ പറയുന്നു. അതുകൊണ്ട് അവർ പറയുന്നത്, ഞങ്ങൾ ഒരുപാട് വിവരങ്ങളും രേഖകളും ഒക്കെ തരും, പക്ഷെ ഞങ്ങളുടെ ഭാവി നിങ്ങൾ കളയരുത് എന്നാണ്. അതുകൊണ്ടാണ് അവരുടെ പേരുകൾ വെളിപ്പെടുത്താത്തതെന്ന് ശോഭ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കെ സി മന്ത്രിയായിരിക്കുമ്പോഴും അതിനു മുമ്പും കേരളത്തിലെ ധാതു സമ്പത്ത് കവർന്നെടുക്കുവാനും അതിലൂടെ കോടികൾ സമ്പാദിക്കുവാനും ശ്രമിച്ച വ്യക്തിയാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്ന് പറയേണ്ടത്. ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുമ്പോൾ എതിർ സ്ഥാനാർത്ഥികളെക്കുറിച്ച് പഠിക്കണമായിരുന്നു. ഈ കെ സി വേണുഗോപാൽ എന്ന കരിമണൽ ബിനാമിയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. കാരണം ബാക്കിയുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് പറയുന്നത്. കോടികളുടെ അഴിമതിയാണ് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ഒരവസ്ഥയിൽ കേരളത്തിലെ ധാതു സമ്പത്തെല്ലാം മാഫിയകൾക്ക് വീതം വെച്ച് ബിനാമി പേരിൽ കോടികൾ സമ്പാദിക്കുന്നതാണ് കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ ആലപ്പുഴ പിടിക്കാൻ വന്നുള്ളൂ, കുഴപ്പമില്ല. പക്ഷേ ആലപ്പുഴ പിടിച്ചെടുക്കാൻ നടത്തുന്ന കെ സി വേണുഗോപാലിനെ പോലുള്ള ഒരു മുൻ സഹമന്ത്രിയുടെ പ്രയത്നങ്ങൾ കരിമണൽ കർത്ത അടക്കമുള്ള അഴിമതി രാഷ്ട്രീയക്കാരെ, അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ സഹായിക്കേണ്ടതുണ്ടോ എന്ന് അവിടുത്തെ വോട്ടർമാർ ചിന്തിക്കേണ്ടതാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ശോഭയുടെ വാദങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുമോ? അതായത് ആലപ്പുഴയിൽ ഇനിയും കെ സി വേണുഗോപാലിന് അങ്ങനൊരു ഇടം കിട്ടുമോ? കഴിഞ്ഞ തവണയൊക്കെ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുവാൻ ഭയത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ടാണ് 2019 മത്സരിക്കാതെ മാറി നിന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭാ MP ആയി എത്തുന്ന ഒരു സാഹചര്യവുമൊക്കെ വേണുഗോപാലിനുണ്ടായിരുന്നു. പക്ഷേ വേണുഗോപാൽ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഉറ്റ തോഴനായി നിൽക്കുകയാണ്. ആ ഉറ്റ തോഴൻ കാരണമാണ് ആ പാർട്ടി ഇങ്ങനെ അവതാളത്തിലായി പോകുന്നത് എന്നുള്ളത് കേന്ദ്രത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ലെങ്കിലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഒഴുക്കുന്ന വിയർപ്പ് വെറുതെയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രയും ശക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഈ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആ അഴിമതി കഥകളുടെ കൃത്യമായ തെളിവുകളടക്കം പുറത്തുവിടുവാനും അവർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഏറ്റവും മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോൺഗ്രസ് പരാജയഭീതിയിലാണ് എന്ന് മാത്രമല്ല, ആരിഫിന് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വളരെ വേഗം എത്തിച്ചേരുവാനും കഴിയുന്നില്ല, മുന്നേറ്റം നടത്തി എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. പക്ഷേ അവിടെ ആലപ്പുഴയുടെ നിയോജക മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയപ്പെടുന്ന അതിവേഗം ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന അണികൾക്കൊപ്പം ഓടിയെത്തുവാനുള്ള കരുത്തും കഴിവും ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വച്ചിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ വളരെ കൃത്യമാണ് എന്നും ആ അഴിമതി ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഇനി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകൾ നൽകാമെന്ന് വെല്ലുവിളിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. എന്തായാലും ജനഹൃദയങ്ങളിൽ ഓളമുണ്ടാക്കിയെടുക്കുവാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ മണ്ണിൽ ആലപ്പുഴയിൽ ഏതെങ്കിലും തരത്തിൽ ആരിഫിനോ കെ സി വേണുഗോപാലിനോ ഒരു ജയസാധ്യത ഉണ്ട് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. പകരം ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായി ഉയർന്നു വരുന്നത് BJPയുടെ ശോഭാ സുരേന്ദ്രനാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ
വളരെ സുതാര്യമായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രശ്നപരിഹാരം നടത്താമെന്നുള്ള ഉറപ്പ് നൽകി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. മാത്രമല്ല കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണെങ്കിലും ജയിച്ചു പോകേണ്ടത് BJPയുടെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജനങ്ങളുടെ മനസ്സിലും അത്തരത്തിലൊരു ചിന്ത വളർന്നു കഴിഞ്ഞു എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് ജയസാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയേണ്ടി വരും.